നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം മനസ്സിൽ. ഇപ്പൊ നമുക്ക് സമയം എടുത്താലും അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആവശ്യമാണ്. കാരണം ഇപ്പം 7 വർഷത്തിനകത്ത് ഞാൻ എഴുതിയ എക്സാമിന്റെ കണക്ക് വേണമെങ്കിൽ കൈ കണക്കൊന്നും ഇല്ല. ഭയങ്കര ഹെവി ആയിട്ട് 10 മണിക്കൂർ പഠിച്ചെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡെയിലി ഒരു മിനിമം എമൗണ്ട് ഓഫ് ടൈം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു. ഇവിടുത്തെ എക്സാം സീരീസും പോരാട്ടം എക്സാം സീരീസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു എഡ്ജിൽ എപ്പോഴും നിൽക്കാൻ പറ്റി. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എക്സാം എഴുതുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ UPSC എടുക്കുകയാണെങ്കിലും PSC എടുക്കുകയാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പാറ്റേൺസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ നമ്മൾ ഒരു സബ്ജക്ട് അങ്ങനെ വിട്ടു കളയരുത്. എല്ലാത്തിനും ഗ്രാജുവൽ ആയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ. ഹാർഡ് വർക്ക് ഇസ് ഓൾവേസ് റിവാർഡഡ്. ഇഫ് നോട്ട് ടുഡേ ടുമോറോ, ഇഫ് നോട്ട് ടുമോറോ ഡേ ആഫ്റ്റർ, ഇഫ് നോട്ട് ഡേ ആഫ്റ്റർ ആഫ്റ്റർ ഇയർ. അങ്ങനെ അപ്പൊ ആ ഒരു കോട്ട്, അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കിട്ടും. പക്ഷെ നമുക്ക് ഉടനെ എടുത്ത് ചാടി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, പക്ഷെ കിട്ടും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ പേര് പോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി കുറച്ചധികം പണിയെടുക്കേണ്ട എക്സാമുകളാണ്. അപ്പോൾ അത്തരം കോമ്പറ്റേറ്റീവ് പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന പൊസിഷനിലോട്ട് എത്തുക പറയുന്നത് എത്രമാത്രം ചലഞ്ചിങ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും അതറിയാം. അത്തരത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമായ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നു. കേസ് മെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ 60-ലധികം ആസ്പിറൻസ് ആണ് നമ്മുടേതായിട്ട് ആ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, നീരജ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. നീരജിന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 12ാം റാങ്കാണ്. നീരജ് കേസ് മെൻറ്റർ ഫാമിലിയുടെ ഭാഗമാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ നീരജ് ആരാണ് എന്ന് നീരജ് ഒന്ന് പറയും. നീരജ് എവിടുന്ന് വരുന്നു, എന്താണ് നീരജിന്റെ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് എത്തി? ഓക്കെ, എൻ്റെ പേര് നീരജ് എസ് എന്നാണ്. എൻ്റെ സ്ഥലം മണ്ണന്തല, ട്രിവാൻഡ്രം അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ കാണും. ബേസിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിംഗ് ഞാൻ ചെയ്തത് ഇവിടെ തന്നെയുള്ള ശ്രീകാര്യത്തുള്ള ലയോള സ്കൂളിലാണ്. എൻ്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആയിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് മാർ ബസേലിയസ് കോളേജ് ട്രിവാൻഡ്രം. അതിനുശേഷം എനിക്ക് UPSC എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2018-19 ആ സമയത്ത് ഞാൻ ഡൽഹിയിലോട്ട് പോയായിരുന്നു. അവിടെ ഏകദേശം ഒരു 15-16 മന്ത്സ് ആയപ്പോൾ തന്നെ കോവിഡ് വന്നു. അപ്പോൾ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ ബ്രേക്ക് അടിക്കേണ്ടി വന്നു. അപ്പം എന്നിട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് PSCയും അതേപോലെ അങ്ങനെയൊക്കെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം UPSC കുറച്ച് സിലബസ് ഒക്കെ മാറ്റുന്നു, അതേപോലെ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൾ ആദ്യത്തെ 2-3 എക്സാം എഴുതിയപ്പം പ്രിലിംസ് കയറുന്നുണ്ടെങ്കിലും UPSC ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് മെയിൻസിൽ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു കോച്ചിങ് എടുത്താലോ എന്നൊരു ആഗ്രഹം വരികയും കേസ് മെൻറ്ററിനെ കുറിച്ച് കേൾക്കുന്നത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞാണ് കേൾക്കുന്നത്. അങ്ങനെ LSGSന്റെ ബാച്ചിലാണ് ആദ്യം ചേർന്നത്, മെയിൻസിന്റെ ബാച്ചിൽ. അപ്പം അതിന്റെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഹൈക്കോർട്ടിന്റെ എക്സാം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് എഴുതിയത്. പിന്നെ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷന് മോക്ക് ഇന്റർവ്യൂവിന് ഞാൻ കേസ് മെൻറ്ററിൽ വന്നായിരുന്നു. അപ്പം അവിടെ നമ്മുടെ ഹരിഹരൻ സാർ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു മെയിനായിട്ട്. അതായത് എനിക്ക് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും വയനാടിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ചോദിച്ചായിരുന്നു സാർ. അപ്പൊ അതേ സെയിം ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് അവിടുത്തെ ചോദിച്ച രജിസ്ട്രാർ ജനറലും ചോദിച്ചായിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനപ്പം നമുക്ക് ഓൾറെഡി പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇന്റർവ്യൂവിന് കുഴപ്പമില്ല, നല്ല മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ബേസിക്കലി ഒരു ബ്രഷിംഗ് അപ്പ് ആയിരുന്നു. കുറെ നോളജ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു കോച്ചിങ് എടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് എവിടെ ഫോക്കസ് ചെയ്യണം, ഏത് ഏരിയാസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ വാരി വലിച്ച് ഇങ്ങനെ വായിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും കുറെ എക്സാമിന് പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. നീരജ് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയറിംഗ് വിട്ട് ഇപ്പോൾ നമ്മൾ കുറേ ആസ്പിറൻസ് എഞ്ചിനീയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുന്ന ആൾക്കാരാണ്. എന്താണ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നേരെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചൂസ് ചെയ്യാൻ കാരണം? ഒരു കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് 2018 സമയത്ത് നമുക്ക് പ്ലേസ്മെന്റ്സ് കുറച്ചുകൂടെ കുറവായിരുന്നു. ഇലക്ട്രിക്കൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പം നമുക്ക് പ്ലേസ്മെന്റ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ ചിലപ്പോൾ ആ ഫീൽഡ് എടുത്തേനെ. പക്ഷെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഒരു നമുക്ക് നോക്കുന്ന ജോബ് സെക്യൂരിറ്റി ആണല്ലോ ഏകദേശം മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകണ്ടെന്ന് ആദ്യമേ അങ്ങനെ ഈ സോഫ്റ്റ്വെയറിലോട്ട് പോകണ്ടെന്നൊരു മനസ്സിലുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചെയ്യുക, ഗവൺമെന്റ് ജോബ്സ് ചെയ്യുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിലബസും ഏകദേശം മിക്കതിനും സെയിം ആണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും നമുക്കുള്ള ഓപ്ഷൻസ് കുറവായിരുന്നു അതുകൊണ്ടാണ്. ആൻഡ്
എഞ്ചിനീയറിംഗ് പോലുള്ളൊരു സംഭവമേ അല്ല കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ. ആ അവിടെ പഠിക്കുന്ന കാര്യങ്ങളെ അല്ല കോമ്പറ്റേറ്റീവ് എക്സാമിലെ സിലബസിൽ. ഇവിടെ പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി, ഒരു ആർട്സ് റിലേറ്റഡ് കാര്യങ്ങളും ഉം. ഒക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. സ്റ്റിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്കിൽ ഡെവലപ്മെന്റുകളെല്ലാം ഇവിടുത്തെ എക്സാം പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വന്നപ്പോൾ ഫേസ് ചെയ്ത ചലഞ്ചസും അതുപോലെ തന്നെ ഉണ്ടായ ഗുണങ്ങളും? ഗുണമെന്ന് പറയുന്നത് നമുക്കിപ്പം മിക്ക പേപ്പേഴ്സിനും ഒരു അനാലിറ്റിക്കൽ പേപ്പറാണ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പേപ്പറാണ്, ഇംഗ്ലീഷ്, മാത്സ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മേ ബി ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ന്യൂമറിക്കൽസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം ഒരു തിയററ്റിക്കൽ അപ്രോച്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫിറ്റ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനത്തെ കുറച്ച് രീതിയൊക്കെ ഉപയോഗിക്കാം. ചാലഞ്ചായിട്ട് തോന്നുന്നത് എഞ്ചിനീയറിംഗിലുള്ള തിയറി എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി നമുക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ച് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങൾ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഗസ് അടിച്ച് ചെയ്താൻ പറ്റത്തില്ല. കാര്യം അറിഞ്ഞാലേ നമുക്ക്. അപ്പൊ അതൊന്ന് ഈ തിയറിയെ പഠിച്ചെടുക്കാന്നൊരു ചെറിയൊരു ചാലഞ്ചായിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരുപാട് വലിയ ബുക്കുകളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് വായിച്ച് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കും. റിപ്പീറ്റഡ് റീഡിംഗ് ആണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറെ ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കേണ്ട പോർഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന സമയം ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ഏതാണ് ഫോക്കസ് ഏരിയ, എവിടെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ശ്രദ്ധ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്കണോമിക്സിലാണെങ്കിൽ നമുക്ക് സിലബസ് വലുതാണെങ്കിലും ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പാടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയപ്പോഴാണ് അതൊക്കെ ഒന്ന് മനസ്സിലായി വന്നത്. ഓക്കെ. ആൻഡ് ഹൈക്കോർട്ട് എക്സാം പ്രിപ്പറേഷനിലോട്ട് വരുന്ന സമയത്ത് നീരജ് പറഞ്ഞു ബാക്കി എക്സാംസിന്റെ എല്ലാം കാര്യങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെ. 50 മാർക്കിന് ഇംഗ്ലീഷാണ്, 40 മാർക്കിന് GK ആണ്, 10 മാർക്കിന് മാത്സ് ആണ്, ദെൻ 60 മാർക്കിന് റൈറ്റിംഗും ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. സോ ബാക്കി എക്സാം പ്രിപ്പറേഷൻസ് ഇതിൽ എങ്ങനെയല്ലോ നീരജ് പറഞ്ഞു ഇതിന് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് സമയം കൊടുക്കാൻ നീരജിന് ഇല്ലായിരുന്നു. LSCS സംഭവിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അതെങ്ങനെയാ മാനേജ് ചെയ്ത്? ബേസിക്കലി എന്ന് വെച്ചാൽ പേപ്പർ വായിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു. ഡെയിലി ഒരു 1.5 hours പേപ്പർ കുറെ വർഷങ്ങളായിട്ട് വായിക്കും. അപ്പം അതിനകത്ത് നമുക്ക് എഡിറ്റോറിയൽ പേജ് എന്ന് ഫോക്കസ് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ വായിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കഷനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ അപ്ഡേറ്റ് ആയിരിക്കും ഈ കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. അപ്പം അതൊരു നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ കുറെ ലിസ്റ്റിലും മെയിൻസ് കഴിഞ്ഞ് പോകാത്തതുകൊണ്ട് ഇപ്പം LSCS ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രിഡ്ജ് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ക്ലാസ്സിനുള്ളത് എനിക്ക് അത്രയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നില്ല വീട്ടിലുള്ള, കാരണം ഇവിടുത്തെ ക്ലാസ്സും നല്ല ഡീറ്റെയിൽഡ് ആയിരുന്നു. അപ്പം ആ പോർഷൻസ് എനിക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കാനുള്ള ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇവിടുത്തെ എക്സാം സീരീസും പോരാട്ടം എക്സാം സീരീസ് നല്ലതാണ്. അപ്പം നമുക്ക് ആ ഒരു എഡ്ജിൽ എപ്പോഴും നിൽക്കാൻ പറ്റി. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് എക്സാം എഴുതുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ രീതിയിൽ ചെയ്യാൻ പറ്റി. മാർക്കൊക്കെ നോക്കുമ്പോഴും എവിടെയാണ് കുറവ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി എപ്പോഴും ഒരു റെഡിനെസ് ഉണ്ടായിരുന്നു എക്സാമിന് വേണ്ടി. അപ്പം അങ്ങനെ അത് ഹെൽപ്ഫുൾ ആയിരുന്നു നന്നായിട്ട്. നീരജ് പ്രിപ്പറേഷന്റെ സമയത്ത് പറഞ്ഞു തുടക്കത്തിലൊന്നും ഏരിയസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കേസ് മെൻഡറിൽ പഠിക്കുന്ന സമയത്ത് നീരജിന് അത് മനസ്സിലായേക്കാണ്. നമ്മൾ ഈ ഏരിയസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ കുട്ടികളെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ടെസ്റ്റ് സീരീസ് എല്ലാം ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് വി ഹാവ് ടെക്നോളജിയുടെ എല്ലാം ബാക്കപ്പ് ഉണ്ട്. നീരജിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ഈ കോർ ഏരിയാസ് അല്ലെങ്കിൽ കുറച്ച് സയന്റിഫിക് ആയിട്ട് പഠിക്കണം എന്നുള്ളതിന് എങ്ങനെ നീരജ് കാണുന്നതിന്? ഇപ്പോഴത്തെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് സോഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും ഒരു ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് സൈഡ് ട്രാക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. എൻ്റെ കേസ് തന്നെ ആണെങ്കിലും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എടുക്കുമ്പം അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ഇത്. അപ്പൊ നമുക്ക് അത് ചിലപ്പോൾ അത് വായിക്കുമ്പം ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു, പക്ഷെ ശരിക്കും അതായിരിക്കത്തില്ല ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്. അപ്പൊ അത് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ തന്നെ നമുക്ക് മേ ബി സമയം കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ ഒരുപാട് ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പം പറ്റുമായിരിക്കും, പക്ഷെ പിന്നെ നമുക്ക് ഏജ് കൂടുന്തോറും അതേപോലെ റെസ്പോൺസിബിലിറ്റി കൂടുന്തോറും ആ ഫിൽട്ടർ ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അവരിപ്പം നമുക്ക് സിലബസ് തന്നിട്ട് ഈ പോർഷനാണ് പഠിപ്പിക്കുന്നത്, ഇതാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് മനസ്സിലാവും. അപ്പൊ നമുക്ക് തന്നെ ട്രാക്ക് ചെയ്ത് പോകാം നമ്മൾ എന്തൊക്കെയാണ് കവർ ആക്കിയിരുന്നത്. അപ്പൊ അത് നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പൊ എന്താണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ ആവശ്യം നമുക്കുണ്ട്. കാരണം നമുക്ക് ഇൻഫർമേഷൻ സോഴ്സ് കൂടുന്ന അനുസരിച്ച് നമുക്ക് അത് ഫോക്കസ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു പോകും. ആൻഡ് നീരജിന്റെ ജനറൽ പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് പറഞ്ഞു നീരജ് കുറച്ച് കാലങ്ങളായിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇത് തന്നെ പാസ്സാവണമെന്ന് സ്റ്റുഡിയസ് ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന ആളുമാണ് നീരജ്. നീരജിന്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്? എത്ര സമയം പഠിക്കും? എങ്ങനെയാണ് റിവിഷൻ ഫോക്കസ് ചെയ്യുക?
ബേസിക്കലി ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഇപ്പം ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് കുറച്ച് കാണും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഹിസ്റ്ററി, ജോഗ്രഫി ഏരിയാസ് ആയി കുറച്ച് സ്ട്രോങ് ഏരിയാസ് ആണ്. അപ്പൊ അത് ആദ്യം ഞാൻ പഠിക്കാതെ എനിക്ക് പാടുള്ള ഏരിയാസ് ആയിരിക്കും ഞാൻ ആദ്യം ഫോക്കസ്. ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ച് പൊളിറ്റി, എക്കണോമിക്സ്, ഈ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് പാടായിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ സമയം കൊടുക്കും. പിന്നെ മാത്സിൽ കുറച്ച് സമയം കൊടുക്കും. കാരണം പ്രത്യേകിച്ച് ഹൈക്കോർട്ടിലൊക്കെ മാത്സിന് കുറച്ച് വെയിറ്റേജ്, ചെറിയ വെയിറ്റേജ് ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾക്ക് വെയിറ്റേജ്. കാരണം അതെനിക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ റിവിഷൻ കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ അതേപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി മെയിനായിട്ട് പേപ്പറാണ് ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ അത് കൂടാതെ തന്നെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പൈലേഷൻസ് ചെയ്യുമായിരുന്നു. ഒന്നുകിൽ വിഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമ്പൈലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ കമ്പൈലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ദിവസം പേപ്പർ വായിച്ചില്ല, എല്ലാ സിലബസ് വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകണം. അത് നല്ലൊരു ഇതാണ്. പിന്നെ പഠിത്തം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എൻ്റെ ഒരു ശീലം. അതായത് ചില ദിവസം ഒരു 5 മണിക്കൂർ, ചിലപ്പം കൂടുതൽ പഠിക്കും. പക്ഷെ ഒരു മിനിമം എമൗണ്ട് ഓഫ് ടൈം ഡെയിലി ഭയങ്കര ഹെവി ആയിട്ട് 10 മണിക്കൂർ പഠിച്ചെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡെയിലി മിനിമം എമൗണ്ട് ഓഫ് ടൈം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും പേപ്പർ വായിക്കാനും അല്ല സ്റ്റഡീസിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പൊ അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-6 വർഷത്തിൽ കൂടുതലായി. അപ്പൊ എന്തായാലും നമുക്ക് കൺസിസ്റ്റൻസി കൊണ്ട് നമുക്ക് ആദ്യം ചിലപ്പം മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ എന്തായാലും അവസാനം റിസൾട്ട് വരും. അപ്പോൾ ഒരുപാട് ഇത് കേൾക്കുന്ന ആൾക്കാരും ഇങ്ങനെ 5-6 കൊല്ലമായിട്ട് പ്രിപ്പറേഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ് ആദ്യം പാസ്സാകുക എന്നുള്ളത്. പക്ഷെ സ്റ്റിൽ ചില സമയത്ത് നമുക്കത് കൂടുതൽ വർഷം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് മാനേജ് ചെയ്ത് ഒരു 5-6 ഇയേഴ്സ് ആകുന്ന സമയത്ത് ബാക്കി പ്രഷേഴ്സിനെല്ലാം മാനേജ് ചെയ്ത് സ്റ്റിൽ ഇപ്പൊ നീരജ് അത് എന്താണോ ഉദ്ദേശിച്ചത് കിട്ടി, ഈ വർഷങ്ങൾ എങ്ങനെ കാണുന്നു? ബേസിക്കലി ഒരു പ്രിപ്പറേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ആദ്യമേ കിട്ടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ നമുക്കൊരു എയിം വേണം. ബേസിക്കലി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ സമയം എടുത്താലും നമുക്ക് ഇതിൽ തന്നെ എത്തിച്ചേരണം. അപ്പം എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാർക്കെല്ലാം ആക്ച്വലി പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ എത്തുന്ന സമയമായി. അപ്പൊ നമ്മളിപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും അവരുടേതായ സമയം ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ലോകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് ഇന്ന സമയം ഒന്നും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ 20 വയസ്സിൽ മില്യണേഴ്സ് ആവുന്നു, ചില 20 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ജോലി. അപ്പം അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യരുത് ഒരിക്കലും. പിയർ പ്രഷർ എന്തായാലും കാണും. പ്രത്യേകിച്ച് ഏജ് കൂടുമ്പോൾ പിയർ പ്രഷർ ആണ്, ഫാമിലി പ്രഷേഴ്സ് കാണും, സൊസൈറ്റി പ്രഷേഴ്സ് കാണും. അപ്പൊ നമ്മുടെ എയിമിൽ സ്ട്രോങ് ആയി നിൽക്കുക. പക്ഷെ നമ്മളൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് നമ്മുടെ പ്രിപ്പറേഷനിൽ. എന്തിനാണോ ഇറങ്ങിയത് ഇപ്പൊ കാരണം നമുക്ക് ആഡഡ് പ്രഷറാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും എത്തിച്ച് പറ്റുമെന്ന് നമുക്ക് മനസ്സിലൊരു സ്ട്രെങ്ത് വേണം. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ വായനയൊക്കെ നല്ലതായിരിക്കും. പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പല പെർസ്പെക്റ്റീവ്സും കിട്ടുന്നുണ്ട് പല ആൾക്കാരുടെയും. അപ്പൊ നമ്മുടെ മാത്രമല്ല, കുറെ ആൾക്കാർ ഇതേപോലെ പറയുന്നുണ്ട്. അതായത് ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ചില ആൾക്കാർ സമയം എടുത്താലും അവരുടേതായ രീതിയിൽ എത്തിച്ചേരും. നീരജ്, പഠനത്തിന്റെ കൂട്ടത്തില് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് ഇത്തരം ഈ പ്രഷറിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ. ഞാൻ ബേസിക്കലി ഒരു സ്കൂൾ സമയത്തും കോളേജ് സമയത്തും ഒരു ആത്ലീറ്റ് ആയിരുന്നു. ഞാൻ കേരള യൂണിവേഴ്സിറ്റി സൗത്ത് സോൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അപ്പം കോളേജിൽ ഒരു ഇഞ്ചറി പറ്റിയാണ്, ടെൻഡൻ ഡാമേജ് ആയിരുന്നു. അപ്പൊ ഫുട്ബോൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമായിരുന്നു മെയിനായിട്ടും. പിന്നെ അല്ലാതെ ഫ്രണ്ട്സായിട്ട് ഫിലിം കാണാനൊക്കെ പോകും. പിന്നെ മെയിനായിട്ടും നമുക്കൊരു സ്റ്റഡി സർക്കിൾ ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഹരിപ്പാടൊരു ഫ്രണ്ട് ഉണ്ട്, ദിവ്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ വെഞ്ഞാറമ്പൂട് അഭിരാമി എന്ന് പറഞ്ഞ ഫ്രണ്ട്. അപ്പം കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ ലൈക്ക് മൈൻഡ് ആൾക്കാരായിട്ട് നമ്മൾ കൂടുതലും മേ ബി ചിലപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സായിട്ട് നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സാമിന് പഠിക്കുന്ന കുറച്ച് ലൈക്ക് മൈൻഡ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഷെയർ ചെയ്യാനും പേരൻസിനേക്കാൾ മേ ബി അവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പോകുന്ന സെയിം ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതേപോലെ നമ്മൾ മൈൻഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് വയ്ക്കണം. ചില ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്ക് എന്തായാലും ഇതേപോലെ പ്രഷേഴ്സ് ഭയങ്കരമായിട്ട് കൂടുന്ന ദിവസം കാണും. ഇപ്പൊ നമ്മള് കമ്പാരിസൺസ് എന്തായാലും ഓട്ടോമാറ്റിക് വരും. അപ്പൊ നമുക്ക് ഇതേപോലെ മൈൻഡ് വേറെ കാര്യങ്ങളിലോട്ട് ആ സമയങ്ങളിൽ ചെയ്യണം. ഒരു ദിവസം ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. നീരജ് പറഞ്ഞു, നീരജിന്റെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ അച്ഛൻ ഓൾറെഡി സർവീസിലുള്ള ആളാണ്, ഫോറസ്റ്റ് സർവീസിലുള്ള ആളാണ്. അപ്പോൾ ഫാമിലി എന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാദർ ഇപ്പൊ IFS ഓഫീസറാണ് പുനലൂരില്. അപ്പം ബേസിക്കലി ഫാദറിന് ഒരു എയിമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി.
കാരണം ഫാദർ ഇപ്പം ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫാദറിന് അതിന്റെ അഡ്വാൻറ്റേജ് പറയും, ഡിസഡ്വാൻറ്റേജ്. പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ പ്രൈവറ്റിൽ പോകുകയാണെങ്കിൽ നിനക്ക് പൈസ കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലർ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ജോലി ആയിരിക്കും നിനക്ക് നല്ലൊരു ചോയ്സ്, എന്തായാലും നീ നോക്കുക എന്ന് പറഞ്ഞു. പിന്നെ സപ്പോർട്ടീവ് ആണ്, പക്ഷേ അതേസമയം സ്ട്രിക്റ്റും ആണ്. കാരണം ഫാദർ ഓഫീസർ ആയതുകൊണ്ട് ഇപ്പം ചില സമയത്ത് ഞാൻ ഉഴപ്പാണെങ്കിൽ എന്തായാലും അതിൻ്റെതായ കാര്യം ദേഷ്യം കാണിക്കാറുണ്ട്. പക്ഷെ സപ്പോർട്ട് എന്തായാലും ഇപ്പൊ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ തന്നെ പറഞ്ഞു, അച്ഛനാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് ആക്ച്വലി അപ്ലൈ ചെയ്തത്. ഈ തൊഴിൽ വീതി മണ്ടേ വരുമ്പോ അത് ഇതിന് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഫാദർ അപ്ലൈ ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. മദർ ടീച്ചറാണോ, മദറിന് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം എന്റെ കുറിപ്പം എങ്ങനെയാണ്. അപ്പം എന്തായാലും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ചോദിക്കും. ഇപ്പൊ സയൻസ് ഒക്കെ പഠിക്കാനായിട്ട് അമ്മ ബോട്ടണി ടീച്ചറാണ്, അപ്പം ബയോളജി സുവോളജി ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക്, ഫിസിക്സ് ഇടയ്ക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ചുമ്മാ ചോദിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്കൊരു മൈൻഡിലൊരു ഇതാണ് അതെല്ലായിരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ അവൻ സപ്പോർട്ടീവ് ആയിരുന്നു. സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ഇപ്പം ഹൈദരാബാദിൽ വർക്ക് ചെയ്യാണ്. അവളും ഇപ്പം നല്ലതായിട്ട് സപ്പോർട്ടീവ് ആണ്. ബേസിക്കലി വീട്ടിനെക്കാളും നാട്ടുകാരെല്ലാവരും ബേസിക്കലി സപ്പോർട്ടീവ് ആണ്. കാരണം അവർക്ക് അറിയാം ഗവൺമെന്റ് ജോലിയുടെ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പം കൂടുതലും ഗവൺമെന്റ് ജോലിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. എങ്കിലും ചില സമയങ്ങളിൽ ഇങ്ങനെ ചോദ്യമുണ്ട്, മോനെ ജോലിയൊന്നും ആയില്ലേ. അപ്പൊ എങ്കിലും പക്ഷേ എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു പൊതുവെ. ഇത് ഇപ്പോൾ നീരജിൻ്റെയും അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ നീരജിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെമ്മറി വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കും, അല്ലെങ്കിൽ സജഷൻ എന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോലിയിൽ പെട്ടെന്ന് എത്താൻ പറ്റും? ഓക്കെ, സജഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ രീതിയായിരിക്കും പഠിക്കുന്നത്. ഇപ്പം ഞാൻ പഠിച്ച രീതി ആയിരിക്കത്തില്ല വേറെ ആൾ. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സെക്കൻഡ് ഗസ് ചെയ്യരുത്. ഇപ്പം നമുക്ക് ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പം നമ്മൾ ഒരു സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കുക. അതിനുശേഷം വീക്കായ സബ്ജക്റ്റ് വിട്ട് കളയരുത്. അപ്പം നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത്, എനിക്ക് ഹിസ്റ്ററി അറിയാം, അപ്പം ഞാൻ അത് വെച്ച് ഞാൻ പാസ്സാവും, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യം. ഇപ്പം എന്ന് പറഞ്ഞാൽ എക്സാംസ് എല്ലാം കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാറ്റേൺസ് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ പാടും. ഇപ്പോൾ UPSC എടുക്കുകയാണെങ്കിലും PSC എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പാറ്റേൺസ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പം നമ്മൾ ഒരു സബ്ജക്റ്റ് അങ്ങനെ വിട്ട് കളയരുത്. എല്ലാത്തിനും ഗ്രാജുവൽ ആയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ. പിന്നെ രണ്ടാമെന്ന് പറയുന്നത്, പഠിക്കുമ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇപ്പൊ ചില സബ്ജക്റ്റ് നമ്മൾ മേ ബി വായിച്ചങ്ങ് വിടും, നമുക്ക് ഓർമ്മയാണ്, നമ്മൾ ഓവർ കോൺഫിഡൻസ്. ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ വേണമെങ്കിൽ പറയാം, ആദ്യമൊക്കെ ഈ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പ്ലസ് ഡിഗ്രി എഞ്ചിനീയറിംഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്താന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ പോകുമായിരുന്നു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആ എക്സാം സമയത്തും എക്സാമിന്റെ പ്രഷറും എല്ലാം കൂടെ ആകുമ്പോൾ മറന്നു. അപ്പൊ അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ എക്സാംസ് സിനാരിയോസ് റീക്രിയേറ്റ് ചെയ്യുന്നല്ലായിരിക്കും. ഇപ്പം എവിടെയെങ്കിലും പോയി എക്സാം ഒക്കെ എഴുതണം. അപ്പം എല്ലാവരും എഴുതണമെന്നല്ല, പറ്റുമെങ്കിൽ ഗ്രൂപ്പായിട്ടിരുന്ന് എഴുതിയ ടൈം നമ്മൾ സ്വന്തമായിട്ട് ഒരു ടൈം വയ്ക്കുക. ഇപ്പം 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണം, ആ എക്സാം സിനാരിയോ റീക്രിയേറ്റ് ചെയ്യണം. വീട്ടിൽ നമ്മൾ ചുമ്മാ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ ആ സമയത്ത്? ഉണ്ടായിരുന്നു, പോരാട്ടം ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ടൈം റീക്രിയേറ്റ് ചെയ്യണ കാരണം ടൈമിൻ്റെതായ പ്രഷർ ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ അരമണിക്കൂറേ കാണത്തുള്ളൂ, കുറെ ക്വസ്റ്റ്യനും കാണാം. അപ്പൊ നമുക്ക് വീട്ടിലപ്പം നമ്മളെ സിനാരിയോയിൽ നമുക്ക് ഓൾറെഡി വേഴ്സ്ഡ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൽ കോച്ചിങ് നമുക്ക് അങ്ങനെ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം മനസ്സിൽ. ഇപ്പൊ നമുക്ക് സമയം എടുത്താലും അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആവശ്യമാണ്. കാരണം ഇപ്പം 7 വർഷത്തിനകത്ത് ഞാൻ എഴുതിയ എക്സാമിന്റെ കണക്ക് വേണമെങ്കിൽ കൈ കണക്കൊന്നും ഇല്ല. അപ്പൊ നമുക്ക് മിക്കതും ഫെയിലിയർ ആണ്, 90% ആണെങ്കിൽ ഫെയിലിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റീസെന്റ് ആയിട്ടാണ് കുറച്ച് സക്സസ് കണ്ടു തുടങ്ങിയത്. കുറച്ച് മെയിൻസ് എഴുതുന്നു, അതേപോലെ സപ്ലിമെന്റ് ലിസ്റ്റ് വരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ അത് വിട്ട് കളയരുത്. കാരണം ചില ആൾക്കാർക്ക് ചില പെട്ടെന്ന് കിട്ടും, എങ്കിലും നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എന്റെ ഒരു മോട്ടോ ഉണ്ട്, ഹാർഡ് വർക്ക് ഇസ് ഓൾവേസ് റിവാർഡഡ്, ഇഫ് നോട്ട് ടുഡേ ടുമോറോ, ഇഫ് നോട്ട് ടുമോറോ ഡേ ആഫ്റ്റർ, ഇഫ് നോട്ട് ഡേ ആഫ്റ്റർ ആഫ്റ്റർ എ ഇയർ. അങ്ങനെ അപ്പൊ ആ ഒരു കോട്ട്, അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കിട്ടും. പക്ഷെ നമുക്ക് ഉടനെ എടുത്ത് ചാടി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, പക്ഷെ കിട്ടും. അപ്പൊ നമ്മൾ 100% ട്രൂ ആയിട്ട് വർക്ക് ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, മൈൻഡ് നോക്കുക. അപ്പോൾ നീരജ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ റിവാർഡ് കിട്ടി. ഇനിയുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ റിവാർഡ്. ഇപ്പോൾ LSCS ഓൾറെഡി വെയിറ്റിംഗ് ആണ്, ആൻഡ് ബാക്കി ലിസ്റ്റുകളിലും ആൻഡ് UPSC എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് നീരജ് പറഞ്ഞു. അതോടെ നീരജിന് കിട്ടട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി വീണ്ടും കണ്ടുവരും. താങ്ക് യു.